മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇത് ചൂടോടെ അടർത്തിയെടുത്തത് കൊണ്ട് തന്നെ പല കല്ലുമ്മക്കായും കിട്ടിയിട്ടില്ല. പിന്നെ തീരെ കുഞ്ഞായിരുന്നു കല്ലുമ്മക്കായി, വെന്ത് കഴിഞ്ഞപ്പോൾ ഒട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ആ മിക്സിൽ ഇങ്ങനെ പെരക്കി വെക്കുന്നുണ്ട്. ഏത് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് വെള്ളത്തിൽ കലക്കി വെച്ച മിക്സാണിത്. ഇത് നല്ല ടേസ്റ്റാണ് ഗൈസ്. അങ്ങനെ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കും, മുക്കി പൊരിക്കുമെന്നല്ല, ജസ്റ്റ് ശാലോ ഫ്രൈ ചെയ്തെടുക്കും. അങ്ങനെ ഇതാ നമ്മൾ ഒരു കാസറോൾ നിറയെ നമ്മൾ മുക്കി പൊരിച്ച് വെച്ചിട്ടുണ്ട് നമ്മളെ സ്വന്തം കല്ലുമ്മക്കായി. കല്ലുമ്മക്കായി കല്ലുമ്മക്കായി എന്നൊക്കെ പറയും. ഇതിനൊക്കെ പുറത്ത് എത്ര പൈസയാണെന്നറിയോ ഗൈസ്. നമ്മൾ ഒരു കല്ലുമ്മക്കായി, കുഞ്ഞു കല്ലുമ്മക്കായി 20 രൂപ 25 രൂപയൊക്കെ കൊടുത്തിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. കണ്ണൂർ നമ്മൾ പോയ സമയത്ത് 20 രൂപയായിരുന്നു. നമ്മൾ ഒരു ദിവസം എറണാകുളത്ത് നിന്ന് കഴിച്ച സമയത്ത് 25 രൂപയായിരുന്നു കഴിച്ചത് ഒരു കുഞ്ഞു ഞുണുക്ക് കല്ലുമ്മക്കായ്ക്ക്. അങ്ങനെ ഇതാ കല്ലുമ്മക്കായി സെറ്റായിട്ടുണ്ട്. നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ് ഗൈസ്. കല്ലുമ്മക്കായുടെ പകുതി ഇറച്ചി എവിടെയോ പോയിട്ടുണ്ട്. അങ്ങനെ ഇതാ ഒരു കഷ്ണം ഇങ്ങനെ എടുക്കും. എന്നിട്ട് നമ്മൾ അങ്ങനെ തിന്നാൻ പാടില്ല, കാരണം എന്താ, ഇത് കടിച്ച് തിന്നുമ്പോൾ നമുക്ക് പല്ലിന് ക്ലിപ്പ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ മുറിച്ച് തിന്നണം. എൻ്റെ പൊന്ന് ഗൈസ്, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു കാര്യം ചെയ്യും കേട്ടോ. ഈ കല്ലുമ്മക്കായ അടർത്തി വെച്ചതിന് ശേഷം ഇതിനകത്തുനിന്ന് വെള്ളം ഊറും. ആ വെള്ളം നമ്മൾ ഈ മാവിലേക്ക് ചേർക്കാം. പിന്നെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ കടിക്കാൻ വേണ്ടിയിട്ട്. പല്ലിൻ്റെ ക്ലിപ്പ് ഇളകി വരാത്ത ഭാഗ്യം കേട്ടോ. അത്രയും നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള സാധനം മാത്രമേ നമുക്ക് കടിച്ച് കഴിക്കാൻ പറ്റൂ. നിങ്ങൾക്കറിയാം, പഴം പോലും കടിച്ച് തിന്നാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ കൊതി വന്നെന്ന് വിചാരിക്കുന്നു. ടാറ്റാ ബൈ ബൈ.